ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവരുടെ അൽ കലിമുത്ത് ത്വയ്യിബ് ഓഡിയോ നമ്പർ 7 അടുത്ത അധ്യായം ഫീമാ യസ്നഉ മൻ റആ റുയ, സ്വപ്നം കാണുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇതിൽ പറയുന്നത്. സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വിഷയങ്ങൾ. നല്ല സ്വപ്നം കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം, അള്ളാഹുവിനെ സ്തുതിക്കാൻ നിർത്തും. അതേപോലെ നമുക്കിഷ്ടപ്പെട്ട നമ്മോട് ഇഷ്ടമുള്ള വിശ്വസ്തരായ ആളുകളോട് മാത്രം പറയാം. ചീത്ത സ്വപ്നം കണ്ടാലോ ആരോടും പറയേണ്ട കാര്യമില്ല, ആരോടും പറയരുത് എന്നതാണ്. ഇടതു ഭാഗത്തേക്ക് ഉമിനീര് അധികം പുറത്തു വരാത്ത വിധത്തിൽ 3 തവണ തുപ്പുക. അതേപോലെ ആ സ്വപ്നത്തിൻ്റെ ഷർറിൽ നിന്ന്, തിന്മയിൽ നിന്ന് അള്ളാഹുവോട് കാവൽ തേടണം. അതായത് പിശാചിൽ നിന്ന് അള്ളാഹുവോട് കാവൽ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോ മറ്റോ ചൊല്ലിയാൽ മതിയാവും. അതേപോലെ കിടന്നിരുന്ന വശത്തിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് മാറി കിടക്കുക. ഇതൊക്കെയാണ് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളുടെ ചുരുക്കം. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഖാല അബൂ സലമത്തു ബിനു അബ്ദുറഹ്മാൻ സമിഅതു അബാ ഖതാദത്തു ബിനു റബീഇ യഖൂലു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബൂ ഖതാദത്തു ബിനു റബീഇ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അർ-റുയ മിനല്ലാഹി, റുയ സ്വപ്നം എന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, നല്ല സ്വപ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വൽ ഹുൽമു മിനശ് ശൈത്വാനി, ഹുൽമ് എന്നത് ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്. ഇവിടെ ദുസ്വപ്നത്തെയാണ് ഹുൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റുയ എന്ന് പൊതുവെ സ്വപ്നത്തിന് പറയുമെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് അർ-റുയ നല്ല സ്വപ്നങ്ങളാണ്. കാരണം ഹുൽമ് എന്ന് പറയുന്നത് ദുസ്വപ്നങ്ങളാണ്. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതും ചീത്ത സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ പിശാചിൽ നിന്നുള്ളതുമാണ്. ഫഇദാ റഅ അഹദുകും ഷൈഅൻ യക്റഹുഹു, അപ്പോൾ ആരെങ്കിലും അവൻ അനിഷ്ടകരമായ, വെറുപ്പുള്ള അല്ലെങ്കിൽ അനിഷ്ടകരമായിട്ടുള്ള വല്ല സംഗതിയും സ്വപ്നത്തിൽ കണ്ടാൽ ഫൽയംഫുസ് അൻ യസാരിഹി, അവൻ്റെ ഇടത് ഭാഗത്തേക്ക് തുപ്പട്ടെ. നഫസ എന്ന് പറഞ്ഞാൽ ഊതി നടത്തും. ഇവിടെ തുപ്പ എന്ന് പറഞ്ഞാൽ തുപ്പലെന്നായിട്ട് ഇടത് ഭാഗത്തേക്ക് തുപ്പി പിന്നെ ബെഡിലും അടുത്തിരിക്കുന്ന ആൾ മേലും ഒന്നും ആകണം എന്ന അർത്ഥത്തിലല്ല. അതായത് ശബ്ദത്തോടെ അതിലെ ആ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യുക, ഊതുക. പിന്നെ കാറ്റ് പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ ഊതിയാൽ മതിയാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ തുപ്പൽ താഴേക്ക് വരേണ്ട ആവശ്യമില്ല. എത്ര പ്രാവശ്യം? സലാസ മറാത്തിൻ. ഇതസ്തേക്കല, അവൻ ഉണരുമ്പോഴാണുള്ളത് അറിയാം. വല്യതഅവ്വദ് ബില്ലാഹി മിൻ ശർരിഹ, അതിൻ്റെ തിന്മയിൽ നിന്ന് അള്ളാഹുവോട് അവൻ കാവൽ തേടുകയും ചെയ്യട്ടെ. ഫഇന്നഹാ ലൻ തദുറഹു ഇൻഷാ അല്ലാഹ്, എങ്കിൽ അത് അവനെ ആ സ്വപ്നം മൂലം ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് അവനെ വിഷമിപ്പിക്കൂല, ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാകൂല എന്നർത്ഥം. ഖാല അബൂ സലമ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് പറയുന്നു, അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്നവരാണ് അബൂ ഖതാദ ഇബ്നു റബീഇൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അബൂ സലം പറയാണ്, ഇൻ കുന്തു ലഅറാ അർ-റുയ ഹിയ അസ്ഖലു അലയ്യ മിനൽ ജബൽ, പർവ്വതത്തേക്കാൾ വലിയ, അതായത് അത്രയും വിഷമകരമായ പ്രയാസമുണ്ടാക്കുന്ന സ്വപ്നം ഞാൻ കാണാറുണ്ടായിരുന്നു. ഫലമ്മ സമിഅതു ബിഹാദൽ ഹദീസ്, അങ്ങനെ ഈ ഹദീസ് ഞാൻ കേട്ടപ്പോൾ, ആരിൽ നിന്ന്? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഞാനിത് കേട്ടപ്പോൾ അങ്ങനെ എന്തായി? ഫമാ കുന്തു ബാലിഹ, അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത് ഞാനൊരു പ്രശ്നമാക്കാതിരുന്നു. പിന്നെ ലാവുബാരി, അങ്ങനെ എന്താ മഫീരി വായത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കാല അദ്ദേഹം പറഞ്ഞായിട്ട്, ഇൻകുന്തു അറാ അർ-റുയ തുഹിമുനി, എനിക്ക് പ്രയാസമുണ്ടാക്കിയ പിന്നെ കാര്യങ്ങൾ, സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഹത്താ സമിഅതു അബൂ ഖതാദ യഖൂൽ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേൾക്കുന്നത് വരെ. ആരാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? വഅന കുന്തു അറാ അർ-റുയ ഫതുംരിദുനി, ഞാൻ ചില സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു, അതെനിക്ക് രോഗമുണ്ടാക്കാറുണ്ടായിരുന്നു. പറഞ്ഞാൽ അത്രക്കും പ്രയാസകരമായിട്ടുള്ള, വിഷമകരമായിട്ടുള്ള, അനിഷ്ടകരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഹത്താ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ഞാൻ കേൾക്കുന്നത് വരെ. അതാരാ പറയുന്നത്? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് വരെ പിന്നെ ആര്? അബൂ സലമ റഹിമഹുല്ലാ, അദ്ദേഹം ഈ റുയയുടെ വിഷയത്തിൽ പ്രയാസത്തിലായിരുന്നു, ദുസ്വപ്നങ്ങളുടെ വിഷയത്തിൽ. അങ്ങനെ
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടതായിട്ട് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്നാണ് പറഞ്ഞത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് വരെ എന്താണ്? അർറുയ അസ്വാരിഹതു മിനല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഫൈദാ റഅ അഹദുക്കും മാ യുഹിബ്ബു, നിങ്ങൾ ആരെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്നത് കണ്ടാൽ ഫലാ യുഹദ്ദിസ് ബിഹി ഇല്ലാ മൻ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നവരോടല്ലാതെ അത് പറയരുത്. ഇൻ റഅ മാ യക്റഹു, ഇനി അനിഷ്ടകരമായിട്ടുള്ള സ്വപ്നമാണ് കണ്ടതെങ്കിൽ ഫലാ യുഹദ്ദിസ് ബിഹി, അത് ആരോടും പറയണ്ട എന്നതാണ്. ഫല്യംഫുസ് അൻ യസാരിഹി സലാസൻ, അവൻ്റെ ഇടതു ഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും വേണം. വല്യതഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവൻ ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട ഷൈത്താൻ പിശാചിൽ നിന്ന് അള്ളാഹുവോട് അവൻ കാവൽ തേടുകയും ചെയ്യട്ടെ. മിൻ ശർരി മാ റഅ, അവൻ കണ്ടതിൻ്റെ തിന്മയിൽ നിന്ന്. ഫൈന്നഹ ലൻ തദുറഹു, അങ്ങനെ ചെയ്താൽ എന്താണ്? അവന് ആ സ്വപ്നം കൊണ്ടൊരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവുകയില്ല എന്ന്. വഖറജ മുസ്ലിം, ഇനി മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇപ്പോൾ ഈ പറഞ്ഞ ഹദീസ് ആദ്യം പറഞ്ഞത് മുത്തഫഖുൻ അലൈഹിയാണ്, സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട്, അത് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി മുസ്ലിം പുറപ്പെടുവിച്ച മറ്റൊരു ഹദീസ് അൻ ജാബിർ റളിയല്ലാഹു നിന്നുള്ള ഹദീസാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇദാ റഅ അഹദുക്കും അർറുയ യക്റഹുഹാ, ഒരാൾ അവന് ഇഷ്ടകരമല്ലാത്ത ഒരു സ്വപ്നം കണ്ടാൽ ഫൽ യബ്സുഖ് അൻ യസാരിഹി സലാസൻ, അവൻ്റെ ഇടതു ഭാഗത്തേക്ക് 3 തവണ തുപ്പട്ടെ. വല്യസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാൻ, ഷൈത്താനിൽ നിന്ന് അവൻ അള്ളാഹുവോട് കാവൽ തേടുകയും ചെയ്യട്ടെ. 3 തവണ. വല്യതഹവൽ അൻ ജംബിഹി അല്ലദീ കാന അലൈഹി, അവൻ ഏതൊരു ഭാഗത്തേക്കാണോ കിടന്നിരുന്നത് അവിടുന്ന് ഒന്ന് മാറിക്കിടക്കട്ടെ എന്ന്. ഇനി ഇത് രണ്ടും സ്വഹീഹായിട്ടുള്ള ഹദീസുകളാണ്. ഇനി ദുർബലമായ അല്ലെങ്കിൽ സ്ഥിരപ്പെടാത്ത ഒരു റിപ്പോർട്ട് പറയുന്നത് വയുദ്കറു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരാമർശിക്കപ്പെടുന്നു. അന്ന റജുലൻ, നിശ്ചയം ഒരാൾ, ഖസ്സാലിഹി റുഇയ, ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, ഖൈറൻ റഅയ്ത വ ഖൈറൻ യകൂൻ, നീ കണ്ടത് നന്മയാണ്, നന്മ ഉണ്ടാവുകയും ചെയ്യും, അതായത് ഭാവിയിൽ നിനക്ക് നന്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവട്ടെ. ഫീ റിവായത്തിൽ, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഖൈറുൻ തൽഖാഹു വശറുൻ തുവഖാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾക്ക് നന്മ കൈവരട്ടെ, തിന്മയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ താങ്കൾ. വഖൈറുൻ ലനാ വശറുൻ ലനാ അഅദായിന, നമുക്ക് നന്മയും നമ്മുടെ ശത്രുക്കൾക്ക് തിന്മയും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന്.